الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله الفائزين بجاه الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. في حالة البعد روحي كنت أرسلها تقبل الأرض عني وهي نائبتي، فهذه نوبة الأشباه قد حضرت فامدد يمينك كي تحظى بها شفتي. واعلموا يا أمة سيدنا محمد صلى الله عليه وسلم. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നല്ല ഒരു സദസ്സിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മഹാനായ അഹ്മദ് അൽ കബീർ റിഫായി തങ്ങളുടെ മൗലിദ് സദസ്സിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മഹാന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഇബ്രാഹിം മുസ്ലിയാർ, നമ്മുടെ വീട്ടുകാരൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ വീട്ടിൽ, അതുപോലെ തന്നെ കുടുംബത്തിൽ, സ്വത്തുക്കളിൽ, ഉപജീവന മാർഗങ്ങളൊക്കെ അള്ളാഹു, തൊഴിലിലും ഒക്കെ അള്ളാഹു ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയപ്പെട്ടതായിരിക്കുന്ന മരണപ്പെട്ടു പോയ വ്യക്തികൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ, അദ്ദേഹത്തിന്റെ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ, അവരിലേക്കൊക്കെ ഇതിന്റെ പ്രതിഫലം അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. മഹാനായ അഹ്മദ് അൽ കബീർ റിഫായി തങ്ങളുടെ മുരീദന്മാരുടെ കൂട്ടത്തിൽ അവരെയും നമ്മെയും ഒക്കെ അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഒരല്പസമയം ഒരു ചെറിയ മഹാനായ അഹ്മദ് അൽ കബീർ റിഫായി തങ്ങളെ സംബന്ധിച്ച് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. മഹാനായിരിക്കുന്ന അഹ്മദ് അൽ കബീർ റിഫായി തങ്ങളുടെ തരീഖത്തി എന്ന് പറഞ്ഞാൽ തന്നെ സേവനമാണ്. മൊത്തത്തിൽ തരീഖത്തി എന്ന് പറഞ്ഞാൽ തന്നെ ഖിദ്മത്താണ്, ജനങ്ങൾക്കുള്ള ഖിദ്മത്ത്, ജനങ്ങൾക്കുള്ള ഖിദ്മത്താണ്. പ്രത്യേകിച്ച് മഹാനായ അഹ്മദ് അൽ കബീർ റിഫായി തങ്ങളുടെ മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകൾ, സൃഷ്ടികളാകുന്ന ജനങ്ങൾക്കുള്ളതായ സേവനം, ജനങ്ങൾ എന്നല്ല ജീവജാലങ്ങൾക്കുള്ള സേവനമാണ് തരീഖത്തി എന്ന് പറഞ്ഞാൽ. ഒരു സാമ്പിൾ ഞാൻ പറയാം. മഹാനായ അഹ്മദ് അൽ കബീർ റിഫായി തങ്ങള് കള്ളന്മാർക്ക് പോലും സേവനം ചെയ്യുന്നവരായിരുന്നു. ഒരിക്കൽ മഹാനായിരിക്കുന്ന അഹ്മദ് അൽ കബീർ റിഫായി തങ്ങള് വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരിക. പത്തായപ്പുരയിലേക്ക് ഒരു കള്ളൻ കയറിയിരിക്കുന്നു. പത്തായപ്പുരയിൽ നിന്ന് കള്ളൻ ഇങ്ങനെ വാരിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ നമ്മളെ ഭാഷയിൽ പറഞ്ഞാല് തൊലി കളയാത്തതായ നെല്ലുണ്ടല്ലോ, ഇതുപോലെ അരി തൊലി കളയാതെ അതിലേക്ക് നെല്ലിന പറയും. അതുപോലെ ബാർലി, തൊലി കളയാത്ത ബാർലി ഇങ്ങനെ കള്ളൻ വാരിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് മഹാനായ അഹ്മദ് അൽ കബീർ റിഫായി തങ്ങൾ തന്റെ വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോ മഹാനവറുകൾ ഉടൻ തന്നെ ആ കള്ളനെ വിളിച്ചു. എന്നിട്ട് ആ കള്ളനോട്, കള്ളൻ ഇങ്ങനെ വിറക്കുകയാണ്, മഹാന്റെ ശിഷ്യഗണങ്ങൾ കൂടെയുണ്ട്. ഈ കള്ളൻ ഇങ്ങനെ വിറക്കുമ്പോ കള്ളനോട് പറയുന്നു, അല്ലയോ മനുഷ്യ, നീ ഇത് കൊണ്ടുപോയാൽ, നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതുണ്ട്. കാരണം ഇതിന്റെ തൊലി ഞാൻ കളഞ്ഞിട്ടില്ല, മാത്രമല്ല ഇത് പിന്നീട് നിനക്ക് പൊടിക്കേണ്ടി വരും. എന്നാൽ എന്റെ അടുത്ത പത്തായപ്പുരയിലതാ ഞാൻ പൊടിച്ചു വെച്ചതായ ഒന്നാം തരം ബാർലിയുടെ ധാന്യത്തിന്റെ പൊടിയുണ്ട്. അത് നിനക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അത് കൊണ്ടുപോയിക്കോ. കള്ളനോടാണ് ഈ പറയുന്നത്. സേവനമാണ് എന്റെ പ്രിയമുള്ളവരെ. ആ കള്ളനോട് പറയുകയാണ്, എന്റെ അടുത്ത പത്തായപ്പുരയിലുള്ളതായ ധാന്യത്തിന്റെ പൊടി നിനക്ക് കൊണ്ടുപോകാൻ അടുക്കൽ ചുമന്ന് കൊണ്ടുപോകാൻ വല്ല സെഞ്ചിയും ഉണ്ടോ? ആ കള്ളം പറഞ്ഞു, അതെ, എന്റെ കയ്യിൽ സെഞ്ചിയുണ്ട്. ഉടൻ തന്നെ ആ മനുഷ്യന്റെ സെഞ്ചിയിലേക്ക് ആ മഹാനായ അഹ്മദ് അൽ കബീർ റിഫായി തങ്ങളെ തന്റെ പത്തായപ്പുരയിലുള്ളതായിരിക്കുന്ന ധാന്യത്തിന്റെ ആ ഒരു പൊടിയതാ നിറച്ചു കൊടുക്കുന്നു. പോരാ, മഹാനായ അഹ്മദ് അൽ കബീർ തങ്ങളെ ആ മനുഷ്യന്റെ ഒപ്പം അതാ പോവുകയാണ്.
ഇവിടെ പറഞ്ഞല്ലോ പിന്നെ ഉമ്മു ഉബൈദ എന്ന് പറയുന്ന സ്ഥലമാണ് മഹാന്റെ സ്ഥലം. ബഗ്ദാദിന്റെയും ബസ്രന്റെയും ഇടയിലുള്ള സ്ഥലമാണ് ഉമ്മു ഉബൈദ എന്ന് പറയുന്ന സ്ഥലം. ആ സ്ഥലം വിട്ടുകിടക്കുന്നത് വരെ മഹാൻ പിന്നാലെ പോവുകയാണ്. കാരണം ഇത് ശിഷ്യന്മാരോ മറ്റു ജനങ്ങളോ ഈ കള്ളനെ ആക്രമിക്കുമോ എന്ന് പേടിച്ചുകൊണ്ട്, കള്ളന് പ്രൊട്ടക്ഷൻ ആയിക്കൊണ്ട്, കള്ളനെ ആരും ആക്രമിക്കാതിരിക്കാൻ വേണ്ടി മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു തആല കള്ളന്റെ പിന്നാലെ പോവുകയാണ്. അങ്ങനെ അദ്ദേഹം ഉമ്മു ഉബൈദ എന്ന് പറയുന്ന സ്ഥലം വിട്ടു കടന്നപ്പോ കള്ളനോട് മഹാനായ റിഫായി ശൈഖ് മാപ്പ് അപേക്ഷിക്കുകയാണ്. ശരിക്കും കള്ളൻ ഇങ്ങോട്ടാ മാപ്പ് പറയേണ്ടത്. ഇത് കള്ളനോട് മഹാനായ റിഫായി ശൈഖ് തങ്ങൾ മാപ്പ് പറയുകയാണ്. എന്താണ് പറഞ്ഞത്? അല്ലയോ മനുഷ്യ, പെട്ടെന്ന് ഞാൻ എന്റെ പത്തായ പുരയിലേക്ക് കടന്നു വന്നപ്പോ നീ പേടിച്ചു പോയില്ലേ? ഒരു അള്ളാഹുവിന്റെ സൃഷ്ടിയിൽപ്പെട്ട ഒരു സൃഷ്ടിയെ പേടിപ്പിക്കാൻ എനിക്ക് അള്ളാഹു അധികാരം തന്നിട്ടില്ല. ഞാൻ എന്റെ പത്തായ പുരയിലേക്ക് പെട്ടെന്ന് കടന്നു വന്നപ്പോൾ നിനക്ക് പേടി സംഭവിച്ചു അല്ലേ? അതിന് നീ മാപ്പാക്കണമെന്ന് മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു തആല ആ മനുഷ്യനോട് പറയേണ്ട താമസം, ആ മനുഷ്യനാ കള്ളനായ മനുഷ്യൻ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് മഹാനായിരിക്കുന്ന അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ശിഷ്യനായി മാറുകയാണ്. കള്ളത്തരം മുഴുവനും മാറ്റിവെക്കുകയാണ്. ഇതാണ് യഥാർത്ഥ മുറബ്ബിയായ ശൈഖ് എന്ന് പറഞ്ഞാൽ. മുറബ്ബി എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ആത്മീയമായി വളർത്തുന്ന ശൈഖാണ്. ഇതാണ് ശൈഖിന്റെ ഗുണവിശേഷണങ്ങൾ. മറ്റൊരിക്കൽ മഹാനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പുറത്തേക്ക് ദിക്ർ ചൊല്ലാൻ വേണ്ടി ഇറങ്ങുകയാണ്. പുറത്തേക്ക് ദിക്ർ ചൊല്ലാൻ വേണ്ടി ഇറങ്ങിയിട്ട് അങ്ങനെ നടന്നു പോകുമ്പോ തന്റെ അയൽവാസിയാകുന്നതായ ഒരു മനുഷ്യന്റെതായ തൊഴുത്തിലേക്ക് ഇങ്ങനെ നോക്കിപ്പോയി. തൊഴുത്തിലേക്ക് നോക്കുമ്പോണ്ട് അയൽവാസിന്റെ തൊഴുത്തിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ അനങ്ങുകൊണ്ട് വെല്ല ഇങ്ങനെ അളകുന്നുണ്ട്. നോക്കുമ്പോ ആരാണ്? നോക്കുമ്പോ കള്ളനാണ്. ആ കള്ളനെ പിടിച്ചിട്ട് കള്ളന്റെ അടുക്കലേക്ക് ചെന്നിട്ട് കള്ളനോട് പറയുകയാണ്, അല്ലയോ മനുഷ്യ, നീ ഒരു ഫഖീറായ മനുഷ്യനാണ്. ഉസ്താദ് എത്തിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ഞാൻ അതുവരെ ബർക്കത്തിന് വേണ്ടി പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത് ഈ ഒരു ചരിത്രം പറഞ്ഞാൽ നിർത്താം. ആ മനുഷ്യൻ അത്ഭുതപ്പെട്ടുകൊണ്ട് ആ മനുഷ്യനെ നിൽക്കണം. അപ്പോ മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങൾ ഇവിടെ മോഷ്ടിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ പാവപ്പെട്ട മനുഷ്യനാണ്. അതുകൊണ്ട് ഈ വീട്ടുകാരും വളരെ പാവപ്പെട്ട മനുഷ്യന്മാരാണ്. ഇവരുടെ ഈ പശുവാണെങ്കിലോ വളരെയധികം മെലിഞ്ഞൊട്ടിയ പശുവാണ്. ഇത് കിട്ടിയിട്ട് നിങ്ങൾക്ക് കാര്യമില്ല. നിങ്ങൾക്ക് നല്ല തടിച്ച കൊഴുത്ത് ഒരു പശുവിനെ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു തആല തന്റെ വീട്ടിന്റെ ആലയിലേക്ക് കൊണ്ടുപോകാൻ തൊഴുത്തിലേക്ക്. എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് നല്ല തടിച്ചു കൊഴുത്തതായ താൻ വളർത്തുന്നതായ ആ പശുവിനെയും അതിന്റെ ചെറിയതായ കുട്ടിയെയും മഹാനായ റിഫായി ശൈഖ് തങ്ങൾ ഈ മനുഷ്യന്റെ കയ്യിലേക്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കുക. എന്നിട്ട് ആ മനുഷ്യനോട് പോകാൻ വേണ്ടി പറയാം. ആ മനുഷ്യനോട് പോകാൻ വേണ്ടി പറയുമ്പോ ആ മനുഷ്യൻ തന്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ചിന്തിക്കാണ്. മഹാനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ സംബന്ധിച്ച് ആ മനുഷ്യൻ പിന്നീട് മടങ്ങി വരികയാണ്. കരഞ്ഞുകൊണ്ട് മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു തആലയുടെ അടുക്കലേക്ക് കരഞ്ഞുകൊണ്ട് വന്നിട്ട് മഹാന്റെ മുരീദന്മാരിൽ പെട്ടുകൊണ്ട് പിന്നീട് റിഫായി ശൈഖിന്റെ ഒരു ശൈഖായി മാറുകയാണ്, ഖലീഫയായി മാറുകയാണ് പിൽക്കാലത്ത്. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ മഹാനായിരിക്കുന്ന റിഫായി ശൈഖ് തങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ട്. ഞാൻ ഉസ്താദ് ഇവിടെ വന്നതുകൊണ്ട് ചുരുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ റിഫായി ശൈഖ് തങ്ങളുടെ മുരീദന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഒക്കെ അല്ലാഹു ഉൾപ്പെടുത്തി